സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ സോഷ്യൽ മീഡിയ സംഘി കൃസംഘി മീഡിയകളാണ് നമ്മുടെ പാലത്തായി പീഡനക്കേസിൽ പത്മരാജന് വേണ്ടി ഇപ്പോൾ ഘോരഘോരം സംസാരിക്കുകയാണ്. നമ്മൾ ഇത്രമാത്രം കേരളത്തിലെ ചാനലുകൾ അധപ്പതിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നെപ്പോലുള്ളവർക്കെല്ലാം കാണുമായിരിക്കും. അപ്പോൾ പീഡന ശ്രമം നടന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചു. ഒരു 10 വയസ്സായ വാപ്പയില്ലാത്ത, അതായത് പിതാവില്ലാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ അതിനെ അനുകൂലിക്കാനായിട്ട്, പീഡിപ്പിച്ചത് മുസ്ലിം കുട്ടിയാണെങ്കിൽ പീഡനം നടത്തിയത് BJP RSSകാരനാണെങ്കിൽ അത് പീഡനമല്ല, അത് കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ ഇത്രയും വികൃതമായ മനസ്സിന്റെ ഉടമകളാകാൻ എങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാലം പോയ പോക്ക് ഏത് രീതിയിലാണ്? ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണല്ലോ ഈ കേരളത്തിൽ ജീവിക്കുന്നത്. നിർബന്ധമായും ഈ കേരളത്തിൽ കിടന്ന് ഈ ആവശ്യമില്ലാതെ ശബ്ദകോലാഹലം സൃഷ്ടിക്കുന്ന ഇവരെയൊക്കെ ഈ കേരളത്തിന് പുറത്തു പോയി പണിയെടുപ്പിക്കാൻ സർക്കാർ നിർബന്ധിക്കണം. ഇവനെല്ലാം ഞങ്ങളൊക്കെ 40-45 വർഷമായിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ പ്രവാസികളായവരാണ്. അപ്പോൾ യവന്മാരെ നിർബന്ധമായിട്ടും, ഇങ്ങനെയുള്ള ചെറ്റത്തരം പറയുന്നവരെ നിർബന്ധമായിട്ടും പുറത്തിറങ്ങി പണിയിപ്പിക്കണം. ഇവരൊക്കെ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പ്രത്യേകമായ ഒരു മനോനില ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇത് ഒരു സൈസ് മനോരോഗമാണ്. അതായത് ഏതൊരു ക്രൈം, ഏതൊരു കുറ്റകൃത്യം ആര് ചെയ്താലും അത് BJP RSSകാരനാണ് അല്ലെങ്കിൽ കൃസംഖിയാണെങ്കിൽ അത് അവൻ ചെയ്തിട്ടില്ല എന്ന് പുതിയ പുതിയ കാരണങ്ങൾ അവരുണ്ടാക്കി അതിനവര് സ്ഥിരീകരിക്കുകയാണ്, അവരുണ്ടാക്കിയെടുക്കുകയാണ് പുതിയ പുതിയ അങ്ങനെ ഒരു തെളിവില്ല. 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞപ്പോ അത് അങ്ങനെ ചെയ്തിട്ടില്ല, BJPക്കാരനായതുകൊണ്ട്. അതേസമയം ഒരു ഹിന്ദു ക്രിസ്ത്യൻ കുട്ടിയെയാണ് ഒരു മുസ്ലിം അധ്യാപകൻ പീഡിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇങ്ങനെ മതിയോ? കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പോ ന്യായാധിപന്മാരെ ഇനി അങ്ങനെ ആക്കുമല്ലോ. അതായത് ക്രിസംഖികളെയോ അല്ലെങ്കിൽ സംഘപരിവാർ ഫാമിലിയിൽപ്പെട്ടവരെയോ ഏതെങ്കിലും ഒരു ജഡ്ജി ശിക്ഷിച്ചാൽ, കേസുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷിച്ചാൽ അവരും ഇനിയിപ്പോ തീവ്രവാദിയും ദേശദ്രോഹിയും രാജ്യദ്രോഹിയും ഒക്കെ ആവുമല്ലോ. എന്താണ് ഈ നാട്ടിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്ങനെ നമ്മൾ ഈ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ നോക്കും? എന്താണ് കഥ? ബീഹാറിലെ ഇലക്ഷൻ കണ്ടില്ലേ? എന്തൊക്കെയാണ് ചെയ്തത്? അവിടെ 100% പോളിംഗ്. 100% പോളിംഗ് നടന്നാലേ ഇത്രയും വോട്ട് കിട്ടുള്ളൂ ആളുകൾക്ക്. പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കെന്ന് പറഞ്ഞാൽ 66%. അപ്പൊ അവിടെ ജയിച്ചത് BJP അല്ല, അവിടെ ജയിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷണറെ പിടിച്ച് തൂക്കിക്കൊല്ലണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് ഇവിടെ ഇന്ത്യയിലേ നടക്കുള്ളൂ. ഇന്ത്യയിൽ ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികളെല്ലാം യോജിച്ച് നിന്നുകൊണ്ട് ഈ സർക്കാരിനെതിരെ മരണം വരെ സമരം ചെയ്യണം. മരണം വരെ ജീവൻ ബലിയർപ്പിക്കണം. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികളിൽ നിന്ന് നേടിയെടുത്ത ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യം ഇവിടെ കുറെ രണ്ട് ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടിയാണോ? അവരുടെ ഭരണ നേട്ടങ്ങൾക്ക്, അവരുടെ ലാഭനഷ്ട കണക്കിന് വേണ്ടിയാണോ നമ്മളിവിടെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്? 4 ഗുജറാത്തികൾ മാത്രം ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചാൽ മതിയെന്നോ? അതിനു വേണ്ടിയോ? അപ്പോ അദാനിയുടെയും അംബാനിയുടെയും കോൺട്രാക്ട് പണി അല്ലെങ്കിൽ കോൺട്രാക്ട് പണിക്കുള്ള ഏജന്റ് ആയിട്ടാണ് നമ്മുടെ മോഡി പണിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും അധപ്പതിച്ച ഒരു രാജ്യവും ഇത്രയും അധപ്പതിച്ച
ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകളെയും പറ്റി ഞാൻ എന്താണ് പറയാൻ? അതായത് നിഷ്പക്ഷമതികളാർക്ക് ഇവിടെ യാതൊരു വിലയുമില്ല. ഇനി വിലയില്ല. ഒന്നുകിൽ സംഖ്യയാവണം, അല്ലെങ്കിൽ കൃസംഖ്യയാവണം. അല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. നിങ്ങളെ എന്തും ചെയ്യും അവര്. ഒരു കുട്ടിയെ 10 വയസ്സുള്ള കുട്ടിക്ക് പിന്നെ പീഡിപ്പിച്ചതിന് തെളിവില്ലാന്ന് അത് പിന്നെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പലപ്പോഴും അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞു എന്നാണ് പറയുന്നത്. 10 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി സംസാരിക്കാൻ, സ്വതന്ത്രമായി സംസാരിക്കാനുള്ള കഴിവുപോലുള്ള കുട്ടി ആയിരിക്കില്ലല്ലോ. 10ാം വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 5ാം ക്ലാസ്സിലായിരിക്കും. 5ാം ക്ലാസ്സിലാവും. 4 ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിലാവുന്നു. ഒരു കുട്ടിക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? അത് മാത്രവും സ്വന്തം അധ്യാപകൻ പീഡിപ്പിക്കുമ്പോ വെറുതെയെങ്കിലും ഉണ്ടാക്കി പറയും ആരെങ്കിലും? എന്താണ് ഈ നാടിന്റെ അവസ്ഥ? ആരെങ്കിലും വെറുതെ ഉണ്ടാക്കി പറയും പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടിയെ? ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാകാൻ കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് എങ്ങനെ കഴിയുന്നു? ഷാഹിസ്കറിയ, നീ ജേർണലിസം പഠിച്ചവനല്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അകത്തോട്ട് കിടക്കുന്നതിന്? നീ പിന്നെ കുറ്റവാളിയാണോ? കുറ്റവാളിയല്ലോ. പത്മരാജൻ നിനക്ക് വല്ല തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ഫണ്ട് തരുന്നുണ്ടോ എന്നൊന്നും ജനങ്ങൾക്കിപ്പോൾ അറിയേണ്ട കാര്യമില്ല. നീ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നിനക്ക് ഈ ഹൃദയം എന്നൊന്നുണ്ടോ? നിനക്ക് മക്കളില്ലേ? നിനക്ക് സഹോദരങ്ങളില്ലേ? അവർക്ക് മക്കളില്ലേ? അപ്പൊ അവരാരെങ്കിലും പീഡിപ്പിച്ചാൽ നീ ഇതേപോലെ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കും? നീ ഏത് ദുനിയാവിലാണ് ജീവിക്കുന്നത് ഷാഹിസ്കറിയ? നീ ദൈവഭയമുള്ളവനാണ്? ഒരിക്കലും ഉണ്ടാവില്ല. ദൈവഭയമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായി പിന്നെ മുദ്ര കുത്തപ്പെട്ട ഒരാൾ കോടതി വിധി പറഞ്ഞ് മരണം വരെയും ജീവപര്യന്തം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കോടതി വിധിയെ വേണമെങ്കിലും നീ വെല്ലുവിളിക്കും. അത് പിന്നെ തീവ്രവാദി ആണ് അവിടുത്തെ ന്യായാധിപൻ എന്ന് വേണമെങ്കിൽ പറയും. ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായ ഈ ഒരു വടയർ സുനിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കി പറയുന്നവരെല്ലാം? ന്യായീകരിക്കുകയാണ് പത്മരാജന. അപ്പൊ നിങ്ങൾ എന്തിന് ന്യായീകരിക്കാൻ പോണം? നിങ്ങൾ തമ്മിലുള്ള സ്വന്തം എന്ന് പറയുന്ന ഇത് മാത്രമാണ്. നിങ്ങളൊക്കെ RSS, സംഘപരിവാർ, കൃസംഗി സംഘടനയിൽപ്പെട്ടവരാണ്. അതല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. കാര്യം ആയിരക്കണക്കിന് കോടിയുടെ ജനങ്ങളെ നിന്നും പറ്റിച്ചും പിന്നെ മുതലാളിമാര്, ഭയങ്കരമായ മുതലാളി 2 ഗുജറാത്തിൽ ഇവിടെ ആവശ്യം പോലെ ലക്ഷക്കണക്കിന് കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ പൈസയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരോ ചാനലുകൾക്ക് ഫണ്ടുണ്ട്, പ്രത്യേകമായ ഫണ്ടുണ്ട്. MLA-മാരെ MP-മാരെ 100 കണക്കിന് കോടി കൊടുത്ത് വാങ്ങിയാക്കി പിന്നെ നിനക്കൊക്കെ പിന്നെ 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷമോ 10 ലക്ഷമോ വീതം തരുന്നതിനെന്ത്? അപ്പോ കേരളത്തിലുള്ള കുറച്ച് പിന്നെ വ്യൂവേഴ്സ് കൂടുതലുള്ള ചാനലുകൾക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ പ്രചാരണം അഴിച്ചുവിടാമല്ലോ. ഇപ്പൊ ബീഹാറിലെ ഇലക്ഷൻ നമ്മൾ കണ്ടില്ലേ? ഒരു വീട്ടിൽ 2 റൂമുള്ള ഒരു വീട്ടിൽ 500 ചില്ലാനം വോട്ട്. അത് അപ്പർ കാസ്റ്റ് ബ്രാഹ്മണൻ, ലോവർ ക്ലാസ് ഹിന്ദു, അങ്ങനെ ഇങ്ങനെ മിഡിൽ ക്ലാസ് ഹിന്ദു, അങ്ങനെ അടങ്ങിയവരെല്ലാം 500 ചില്ലറ. അങ്ങനെ 2 വീടിൻ്റെത് ഇന്നിപ്പോ ഞാൻ ഈ 24 ന്യൂസിന്റെ ഇതിൽ ഞാൻ കണ്ടു. അപ്പൊ ഇത്ര അധപ്പതിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ജനാധിപത്യമാണിത്? ഇത് പണാധിപത്യമാണ്. ഇത് ജനാധിപത്യമല്ല. ഇതിനെതിരെ നമ്മൾ ശക്തമായി സമരം ചെയ്തില്ലെങ്കിൽ, മരണം വരെയും ഈ ഭരണത്തിന് ഇറക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. അത് ഉറപ്പാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഉറക്കം നടിച്ചിരിക്കരുത്. ഉറങ്ങാനുള്ള സമയമല്ല. മരണം വരെയും ഡൽഹി ചലോ. ഡൽഹിയിലെ ഭരണശിലാ കേന്ദ്രം സ്തംഭിപ്പിക്കണം. വെടിവെക്കട്ടെ, അവർ കൊല്ലട്ടെ, മിലിറ്ററി ഇറക്കട്ടെ, കൊല്ലട്ട്. മരണം നല്ലതാണ്. മരണം കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ ബലിയർപ്പിച്ചു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. എത്രയോ 16 ലക്ഷം ഇന്ത്യൻ മുസ്ലിം ഹിന്ദു സഹോദരങ്ങളെ ബ്രിട്ടീഷുകാർ കൊന്നില്ലേ? അതിനുശേഷമല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അപ്പൊ അതുപോലെ തന്നെ ഈ ഭരണത്തെ ഏത് രീതിയിലായാലും പുറത്താക്കിയാലേ ഇവിടെ ജനാധിപത്യം പുലരൂ. ഇങ്ങനെയുള്ള സംഘി കൃസംഘി ചാനലുകൾ നടത്തുന്നവരെയും അവരെയും പ്രത്യേക നിയമം ഉണ്ടാക്കി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെ വിദ്വേഷ ചാനലുകൾ നടത്തുന്ന, വെറുപ്പും വിദ്വേഷവും
പകയും കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആടിന്റെ ഇറച്ചി വീട്ടിൽ വെച്ചിരുന്ന ആ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ മകൻ മിലിറ്ററി സർവീസ് ചെയ്യുന്ന ആളാണ്. ആ തന്തയെ കൊന്നു കശാപ്പ് ചെയ്തവരാണ് BJPക്കാർ, RSSകാർ, സംഘപരിവാറുകാർ. എന്നിട്ട് ആ കേസ് ഇല്ലാതാക്കാൻ ഇപ്പോൾ യോഗി ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അവർ പിന്നെ അപ്പീൽ കൊടുക്കുകയാണ്. അതായത് ആ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ കേസ് നടന്നുകൊണ്ട് പോകുന്നത്, ആ കേസ് വേണ്ട, അത് നിർത്തലാക്കണം, കേസ് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് സർക്കാർ കൊടുക്കാൻ പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മുടെ ജീവിതത്തിന് എന്താണ് പ്രസക്തി? എന്തായാലും ശരി, ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. ക്രിമിനലുകളാ. അതായത് ഇതിപ്പോ വടയാർ സുനിലിന്റെ മകളുണ്ടോ, അവന്റെ പിന്നെ മകൾക്ക് മകളുണ്ടോ, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് മക്കളുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അത് അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ല. നിങ്ങൾക്കെല്ലാം വീട്ടിൽ പെൺകുട്ടികൾ കാണും. ആ പെൺകുട്ടികൾ ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവൻ ഇങ്ങനെ പീഡിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ പറയും, ഇത് ഉണ്ടാക്കിയെടുത്തതാണ്. അവര് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള സ്കൂളിലെ അധ്യാപകനായിരുന്നു, അയാളെ കുരുക്കാൻ. എങ്കിൽ പിന്നെ ഇവിടെ ലോകത്ത് എന്തെല്ലാം നടക്കും? അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലാണ് സ്കൂളുകൾ ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പിന്നെ സമുദായക്കാരുള്ള അധ്യാപകരെയൊക്കെ ഇങ്ങനെ ക്രിമിനൽ കേസിൽ പെടുത്തണ്ടേ? എന്താണ് മണ്ടത്തരവും പിന്നെ ഊളത്തരവും വിളിച്ച് പറയുന്നതെന്ന് ഇവർക്കൊന്നും ഒരു ബോധവും ഇല്ലല്ലോ. നിങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായ നിങ്ങൾക്കെല്ലാം പടച്ച തമ്പുരാൻ, അതായത് നീ എന്നെയൊക്കെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, നിങ്ങളെ വെറുതെ വിടും. നിങ്ങൾ ഇവിടെ വെറുതെ വിട്ടാലും നിങ്ങൾക്ക് വളരെയധികം ദുരിതങ്ങൾ വരും. നിങ്ങളുടെ കുടുംബത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവും. നിങ്ങളെ ദൈവം മാത്രമല്ല ലോകം ശപിക്കും. നിങ്ങൾക്ക് ഈ ശാപം ഏറ്റുവാങ്ങി ജീവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജീവിക്കണം. എന്തായാലും ശരി, എനിക്ക് വളരെയധികം, ഞാൻ ലജ്ജിക്കുകയാണ് കേരളത്തിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ കേരളമാണ് എൻ്റെ ജന്മസ്ഥലം എന്ന് പറയാൻ എനിക്ക് അപമാനമാണ് എന്ന് പറയാനാണ് ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മതേതരവാദികളാണ്, നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഈ സംഘപരിവാർ കൃസംഘി സഖ്യങ്ങൾക്കെതിരെ നമ്മൾ പോരാടിയാലേ കഴിയൂ. നമുക്ക് ജാതി വേണ്ട, മതം വേണ്ട. അവനവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, അവനവന്റെ ഇഷ്ടമുള്ള മതപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാം. യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സംഘികളും കൃസംഘികളും കൂടെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും നമ്മുടെ രാജ്യത്തിന്റെ ഐശ്വര്യവും നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും ഇവിടെ നിലനിന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ സർക്കാരിനെതിരെ, ഈ ഗവൺമെന്റിനെതിരെ, ഇങ്ങനെയുള്ള വൃത്തികെട്ട ചാനലുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണമെന്നും നമ്മൾ പോരാടണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.